സർ, കഷ് പട്ടേൽ അമേരിക്കയിൽ നിന്ന് നമ്മൾ എപ്പോഴും കേട്ടൊരു പേരാണ്. ഈ കഷ് പട്ടേൽ ഇപ്പോൾ പെൻസിൽവാനിയയിലുള്ള തൻ്റെ കാമുകിയെ കാണാനായിട്ട് പോയി. അതിലെന്താ ഇത്ര കാര്യമൊന്നുമല്ല, FBI വിമാനത്തിലാണ് ഇയാൾ പോയത്. സംഭവം വലിയ വിവാദമായി മാറി. എന്താണ് അതിൻ്റെ വിശദാംശം? FBI ഡയറക്ടറാണ് കഷ് പട്ടേൽ. അതെ, അയാൾ CIA ഡയറക്ടറാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ആദ്യം നമ്മൾ ചർച്ച ചെയ്യും റിപ്പോർട്ടൊക്കെ വന്നിരുന്നാണ്. ഗുജറാത്തിൽ വേരുകളുള്ള ആളാണ്, പക്ഷെ ആഫ്രിക്കയിൽ നിന്ന് കുടിയേറിയ കുടുംബമാണ് അങ്ങേരുടെ അച്ഛനും ഒക്കെ. അത് കഴിഞ്ഞൊരു ഫസ്റ്റ് ജനറേഷൻ ആണെന്ന് പറയാം. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, പ്രയാസപ്പെട്ടിട്ടൊക്കെയാണ് ഉയർന്നു വന്നതുമൊക്കെ അല്ലേ. ഒരു ലോ ഫേമിൽ തന്നെ ഈ അമേരിക്കക്കാർ നടത്തുന്ന നിയമസ്ഥാപനങ്ങളിൽ തന്നെ ആദ്യം സ്വീകരിച്ചിരുന്നില്ല കാഷ് പട്ടേലിനെയൊക്കെ എന്ന് അങ്ങേരുടെ ജീവചരിത്രമൊക്കെ വായിച്ചാൽ അറിയാം. അപ്പോൾ കാഷ് പട്ടേലിനെ ഇപ്പോൾ FBI ഡയറക്ടറാക്കി വെച്ചു. പല ആളുകളും നമ്മൾ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ കാണാറുണ്ട്, ഈ പൊതുഖജനാവ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് തിട്ടമില്ലാതെ ഒരു അധികാര സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ എന്ത് തോന്നിയാസവും കാണിക്കാം എന്ന് വിചാരിക്കുന്ന പല ആളുകളും ഉണ്ട്. ഈ സംഘടനകൾ, അതുപോലെ ഈ സംഘടനയുടെ പണം അല്ലേ, അതിൻ്റെ ട്രഷർ എടുത്ത് തോന്നിയ മാതിരി അയാളുടെ വീട്ടുകാര്യത്തിനുമൊക്കെ ചെലവാക്കിയാൽ, അതുപോലെ ഔദ്യോഗിക വാഹനം അല്ലേ അനാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഇങ്ങനെ. അപ്പോൾ നന്നായി ഇതൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. ഔദ്യോഗിക ആവശ്യത്തിന് ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നേരത്തെ പണമടക്കുകയും അല്ലേ റീഇംബേഴ്സ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ സർക്കാർ ജെറ്റ് പെൻസിൽവാനിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഗുസ്തി മത്സരം നടക്കുകയായിരുന്നു. ആ ഗുസ്തി മത്സരം നടക്കുന്നിടത്ത് ദേശീയ ഗാനം, ഇവർ ഗായികയാണ് കാമുകി, ഇയാളുടെ കാഷ് പട്ടേലിൻ്റെ ഗേൾ ഫ്രണ്ട് അലക്സിസ് വിൽക്കിൻസ് എന്നാണ് അവരുടെ പേര്. അവർ പെൻസിൽവാനിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഗുസ്തി മത്സരം നടക്കുന്നുണ്ടായിരുന്നു. അവിടെ ദേശീയ ഗാനം, അമേരിക്കയുടെ ദേശീയ ഗാനം പാടാനാണ് അവർ പോയത്. വീക്കെൻഡാ, വാരാന്ത്യം. അപ്പോൾ ഇയാൾ FBI വിമാനം എടുത്ത് അങ്ങോട്ട് പോയി. ഇതാണ് വിഷയം. ഒരു തരക്കേടില്ലാത്ത വിഷയമാണിത്. നന്നായിട്ട് കത്തിച്ചാൽ ജോലി പോകുന്നൊരു എല്ലാ സാധ്യതയുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഇയാളുടെ ഒരു നീണ്ട വിശദീകരണം ഞാൻ വായിച്ചു ഇതിനെ സംബന്ധിച്ച്. നീണ്ട വിശദീകരണം ഒരാൾ ഇറക്കുക എന്ന് പറഞ്ഞാൽ തന്നെ സംഗതി പോക്കാണെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഒന്നാമത് ഈ ഒരുപാട് വാചകങ്ങൾ ഇത്തരം ഘട്ടങ്ങളിൽ വിശദീകരണമായിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ വാചകവും പ്രശ്നമായി തീരുകയും ചെയ്യും. നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഇയാൾ ഈ കാമുകിയെ പറ്റി പറയുന്നുണ്ട്, അവരൊരു ധീരദേശാഭിമാനിയാണ് എന്ന് പറഞ്ഞു. ട്രൂ പാട്രിയറ്റ് എന്നൊക്കെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അത് അവരുടെ പാട്രിയറ്റിസം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലല്ലേ ആ വാചകത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇത് അനാവശ്യമായ സാഹചര്യം ഒരു ഘട്ടത്തിലാണ് ഇത് പറയുന്നത്. അതാണ് എനിക്കും അത് തമാശയായിട്ട് തോന്നിയത്. ഇങ്ങനെയൊക്കെയാണ് വിശദീകരണത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഡിസ്ഗസ്റ്റിംഗ്ലി ബേസ്ലെസ് എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇത് നമുക്ക് ഓക്കാനം വരുന്ന വിധത്തിൽ അടിസ്ഥാനരഹിതമാണ് ഇതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണ് അടിസ്ഥാനരഹിതമാവുന്നത്? ഈ വിമാനം ട്രാക്ക് ചെയ്യാനായിട്ട് ഓൺലൈനിൽ തന്നെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും വിമാനങ്ങൾ. ഫ്ലൈറ്റ് ട്രാക്കേഴ്സ് ഇല്ലേ, വളരെ എളുപ്പമാണ് ഇത് ട്രാക്ക് ചെയ്യാൻ. ഇത് ഇയാൾ വിചാരിച്ചിരിക്കുന്ന വേറെ ആളുകൾ ചോർത്തി എന്നൊക്കെയാണ്. എന്നിട്ട് ഇതിൻ്റെയൊക്കെ ചുമതലയൊക്കെ ഉണ്ടായിരുന്നൊരു പാമർ അങ്ങർക്ക് രാജിവെച്ച് പോകേണ്ടി വന്നിട്ടുണ്ട് ഇയാളുടെ സമ്മർദ്ദം കാരണം. അയാൾ ചോർത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ചോർത്തേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഓൺലൈനിൽ കപ്പലുകൾ, ഒരു കപ്പൽ, അതിൻ്റെ പേരറിയാമെങ്കിൽ നമുക്കിപ്പോൾ അത് ഏത് തുറമുഖത്താണുള്ളത്, ഏത് കടലിലാണെന്നുള്ളത് അറിയാൻ പറ്റും. അതുപോലെയല്ലേ വിമാനത്തിൻ്റെ കാര്യം. അപ്പോൾ ഇത് പുറത്ത് പറഞ്ഞത് മുൻ FBI ഏജൻറ്റ് കൈൽ സെറാഫിം ഒരു പോഡ്കാസ്റ്റിൽ, ഒരു അഭിമുഖത്തിലാണ് വെളിപ്പെടുത്തിയത്. ഇങ്ങനെ കാഷ് പട്ടേൽ ഗേൾഫ്രണ്ടിനെ കാണാൻ FBI വിമാനം ഉപയോഗിച്ചു എന്നുള്ളത്. ആ FBI ജെറ്റിൻ്റെ വില $60 മില്യൺ, 532 കോടി രൂപ. അപ്പോൾ ഇവർ സാധാരണ ഒരു കൺട്രി സിംഗർ ആണ് അലക്സിസ് വിൽക്കിൻസ്. ഈ പറഞ്ഞ പോലെ ഒക്ടോബർ 25 ഒരാഴ്ച മുമ്പ് ആയിരുന്നു ഈ ചടങ്ങ് അവിടെ
ദേശീയഗാനം ഗുസ്തി മത്സരം. അപ്പോൾ ഇദ്ദേഹം കൈൽ സെറാഫിം മുൻ FBI ഏജൻറ്റ് പറഞ്ഞിരിക്കുന്നത് അമേരിക്ക വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, അതുകൊണ്ടാണ് ട്രഷറി പൂട്ടുകയൊക്കെ ചെയ്യുന്നത്. FBI തന്നെ പല ജീവനക്കാർക്കും കൃത്യമായി ശമ്പളം കൊടുക്കുന്നില്ല, എന്നിട്ടാണ് ഇയാളിങ്ങനെ ദൂർത്തടിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ പറഞ്ഞു. അപ്പോൾ ഈ കാഷ് പട്ടേലിൻ്റെ വിശദീകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, FBI ഡയറക്ടർ FBI വിമാനത്തിലേ സഞ്ചരിക്കാവൂ, അതുകൊണ്ടാണ് അങ്ങനെ പോയതല്ലേ. FBI വിമാനത്തിലേ എന്തിനും സഞ്ചരിക്കാവൂ. അത് സെക്യൂരിറ്റി കാരണങ്ങൾ കൊണ്ടാണ്, സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണ് FBI വിമാനത്തിലേ സഞ്ചരിക്കാവൂ എന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത്, പണ്ട് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് മനോരമയുടെ ഒക്കെ 1-ാം പേജിലെ ഈ ആണിരോഗം, അന്ന് നാട്ടിൽ ഒരുപാട് പേർക്ക് ഈ ആണിരോഗം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മലയാള മനോരമയുടെ സ്ഥിരമായിട്ട് താഴെ 23 പരസ്യം കാണുന്നത് പണ്ഡിറ്റ് ദുർഗാദത്ത ശർമ്മ എന്ന് പറഞ്ഞൊരാളുടെയാണ്. അയാൾ ഈ എറണാകുളത്ത് മദ്രാസ് കഫേ ഉണ്ടായിരുന്നില്ലേ മുമ്പ്, അവിടെയൊക്കെ വന്നിട്ട്, അപ്പോൾ ഈ ആണിരോഗം സുഖപ്പെടുത്താനായിട്ട് വലിയ സെലിബ്രിറ്റീസ് പോകുന്ന പടമൊക്കെ ഉണ്ടാവും. എന്നെ അതിൽ ആകർഷിച്ചിരുന്നൊരു വാചകം, ഈ ഏറ്റവും അവസാനം അതിലൊരു വാചകം ഈ പണ്ഡിറ്റ് ദുർഗാദത്ത ശർമ്മ എഴുതിയിട്ടുണ്ടാവും, സമയക്രമം പാലിക്കാനായി അദ്ദേഹം വിമാനത്തിൽ സഞ്ചരിക്കുന്നു. അന്നത് വലിയ സംഭവമാണ്. അന്ന് വിമാനയാത്രകളൊക്കെ അപൂർവല്ലേ, ഈ ഗൾഫ് പോലെ ഒന്നും ഭൂമൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പൊ ഈ വലിയ പുള്ളിയാണ് എന്ന ആളുകൾക്ക് തോന്നുകയും ചെയ്യുമല്ലോ. എന്ന് പറഞ്ഞ പോലെ ഇയാള് FBI വിമാനത്തിലെ സഞ്ചരിക്കുള്ളൂ. ഔദ്യോഗികമല്ലാത്തത് കാര്യത്തിനാണ് വിമാനത്തിൽ പോകുന്നെങ്കിൽ മുൻകൂർ പണം അടയ്ക്കും. അത്ര ഇതിപ്പോൾ അടച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. എക്സ്പെൻസ് അയാൾ വായിച്ചോളുന്നൊക്കെ. എന്നാലും സംഗതി വൃത്തികേടാ, പോയ കാര്യം ഇതാണല്ലോ. അപ്പോൾ പരിമിതം ആയ യാത്രകളെ ഇങ്ങനെ ഉണ്ടാവാറുള്ളൂ, നയപരമായി ഇത് ശരിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കാഷ് പട്ടേൽ പിന്നെ പറയുന്നു, അടിസ്ഥാനരഹിതമായ കിംവദന്തികൾ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. വിവരമില്ലാത്ത ഇൻ്റർനെറ്റ് അരാജകവാദികൾ ഈ വ്യാജ വാർത്തകൾ പടച്ചു വിടുകയാണ്. വിമർശിച്ചോളൂ, പക്ഷെ എൻ്റെ സ്വകാര്യ ജീവിതത്തെ വേട്ടയാടുന്നത് അന്തസ്സില്ലായ്മയാണ് എന്ന് അയാൾ പറയുന്നുണ്ട്. അതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം സ്ഥാനത്ത് മനുഷ്യരെത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്വകാര്യ ജീവിതം എന്നൊന്നില്ല അല്ലേ. അതെല്ലാം വിമർശിക്കപ്പെടും. പബ്ലിക് ഫിഗറായി കഴിഞ്ഞാൽ പിന്നെ സ്വകാര്യ ജീവിതം എന്ന് പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. എന്നിട്ടാണ് ഇയാൾ അലക്സിസ് നല്ല ദേശാഭിമാനിയാണെന്നൊക്കെ ഈ വിശദീകരണത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ജീവിതം തുടരും, നല്ല പങ്കാളിയാണെന്നൊക്കെ എന്തൊക്കെയോ എൻ്റെ തന്നെ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റീവൻ പാർമർ എന്ന് പറഞ്ഞ അവിടെ FBI 27 കൊല്ലമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാണ് ഈ വിമാന വാർത്ത ചോർത്തി എന്നുള്ളതിൻ്റെ പേരിൽ ഇപ്പോൾ ജോലി രാജിവെക്കേണ്ടി വന്നിരിക്കുന്നത്. 27 കൊല്ലം അവിടെ ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ആണ് ഏവിയേഷൻ യൂണിറ്റിൻ്റെ ചുമതല FBI വഹിച്ചിരുന്നത്, സ്റ്റീഫൻ പാർമർ. ഈ ചുമതല വഹിക്കുന്നത് തന്നെ കാഷ് പട്ടേൽ വന്നിട്ട് 1 കൊല്ലല്ലേ ആവുന്നുള്ളൂ. ആ ചുമതലയിൽ നിന്ന് രാജിവെക്കുന്ന 3ാമത്തെ ആളാണ് സ്റ്റീവൻ പാർമർ. അപ്പോൾ ഈ അലക്സിസ്, ഈ ഗേൾ ഫ്രണ്ട് കാമുകി, അവർ ഇസ്രയേലിൻ്റെ ഏജൻ്റാണെന്ന് കഴിഞ്ഞ വർഷം ഒരു ആരോപണം ഉണ്ടായിരുന്നു. ആ എപ്സ്റ്റീൻ ഫയൽസില്ലേ, ജെഫ്രി എപ്സ്റ്റീൻ, ഈ പെൺകുട്ടികളുടെയൊക്കെ കച്ചവടമൊക്കെ നടത്തിയിരുന്ന, ട്രംപും സന്ദർശകനായിരുന്നു എന്നൊക്കെ ആരോപണം ഉണ്ടല്ലോ. ആ ജെഫ്രീൻ എപ്സ്റ്റീൻ ഫയൽസ് ഒക്കെ FBI കയ്യിലിരിപ്പുണ്ടല്ലോ, കാഷ് പട്ടേലിൻ്റെ അലമാരയിലൊക്കെയാണ് ഇരിക്കുന്നത്. ആ എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തിറക്കുന്ന കാര്യത്തിൽ ഈ കാഷ് പട്ടേലിൽ സമ്മർദ്ദം ചെലുത്താൻ ഇവരെ ഇസ്രയേൽ മൊസാദൊക്കെ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞൊരു ആരോപണം കഴിഞ്ഞ കൊല്ലം വന്നിരുന്നു. അപ്പോൾ സെറാഫിമിന് ഈ ഇത് ലീക്ക് ചെയ്തു എന്ന് പറയുന്ന പോഡ്കാസ്റ്റ് ചെയ്തില്ലേ അഭിമുഖം, ആ സെറാഫിമിനെതിരെ മാനനഷ്ട കേസ് ഈ സ്ത്രീ
ഫയൽ ചെയ്യാൻ പോണു. അലക്സിസ് വിൽക്കിൻസ് 44 കോടി രൂപ ചോദിച്ചിട്ടാണ് മാനനഷ്ട കേസ് കൊടുക്കാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട്. ഈ പാമർ രാജിവെക്കേണ്ടി വന്ന ആൾ ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് റെസ്പോൺസ് ഗ്രൂപ്പിൻ്റെ മേധാവിയാണ്. FBI പ്രധാനപ്പെട്ട പോസ്റ്റാണ് അത്. കാരണം ആ ഗ്രൂപ്പിൽ ധാരാളം പൈലറ്റുമാർ കാണും. ഈ ഏതെങ്കിലും ഈ ആളുകളെ റാഞ്ചിക്കൊണ്ടുപോയാൽ ആ പ്രതിസന്ധിയൊക്കെ തരണം ചെയ്യേണ്ട ചുമതല അദ്ദേഹത്തിനൊക്കെയാണ്. അതുപോലെ ബോംബ് ഡിറ്റക്ഷൻ ഒക്കെ ചുമതല പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന യൂണിറ്റിൻ്റെ മേധാവിക്കാണ് ഇപ്പോൾ ജോലി പോയിരിക്കുന്നത്. ഏവിയേഷൻ്റെ ചുമതലയും അദ്ദേഹത്തിന് ആയിരുന്നു എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഈ ഫ്ലൈറ്റ് ട്രാക്കിംഗ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ അയാളുടെ മുകളിൽ രാജിവെക്കാൻ സമ്മർദ്ദം ചെലുത്തിയത് വേറൊരു അബദ്ധം. ഗേൾഫ്രണ്ടിനെ കാണാൻ പോയതൊരു മണ്ടത്തരം. ഇയാൾക്ക് രാജിവെക്കേണ്ടി വന്നത് അല്ലേ, അതൊരു അബദ്ധം. ഫ്ലൈറ്റ് ട്രാക്കിങ് അല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ ഗേൾഫ്രണ്ടുമായിട്ട് ആ പെൻസിൽവാനിയയിലെ ചടങ്ങിൻ്റെ അവിടെ നിൽക്കുന്ന പടങ്ങളൊക്കെ കാഷ് പട്ടേൽ തന്നെ പോസ്റ്റ് ചെയ്തിരുന്നു. മൂന്നാമത്തെ അബദ്ധം അതും പോസ്റ്റ് ചെയ്തിരുന്നു അല്ലേ. രഹസ്യ ജീവിതം രഹസ്യമായിട്ട് സൂക്ഷിച്ചിട്ടില്ലല്ലോ. ഇല്ല പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. പബ്ലിക് ഫിഗർ ആയി കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ല. അതെ, എല്ലാം ആളുകൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അത് വൃത്തിയായിട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ FBI തലപ്പത്ത് നിന്ന് താഴേക്ക് ഇറങ്ങാനുള്ള സമയം അധികം വിദൂരമല്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞുകൂടെ? ഇനിയിപ്പോൾ ആളുകൾ ഈ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ മുതുകത്ത് കയറുമല്ലോ. അത് ഒരു പ്രോപ്പറല്ല അല്ലേ, ഔചിത്യബോധം ഇല്ലാത്ത പരിപാടിയായിപ്പോയി. ഇന്ത്യക്കാർക്ക് മൊത്തത്തിൽ ഒരു അപമാനം ഉണ്ടാക്കുന്ന പരിപാടിയാണ്. മറ്റേ തുളസി ഗബാർഡിനോടൊക്കെ ചോദിച്ചിട്ട് എങ്ങനെയാണ് ഈ വൃത്തിയായി കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ പഠിക്കുന്നതൊക്കെ നന്നായിരിക്കും. എന്തായാലും ഇതൊരു നശിച്ച പരിപാടിയായിപ്പോയി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.